കർത്താവിൽ പ്രിയ ദൈവമക്കളെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ വചനം കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും, നിങ്ങളുടെ കുടുംബത്തെയും, വിശേഷാൽ നിങ്ങളുടെ മക്കളെയും, അവർക്കുള്ള സകലത്തെയും ദൈവനാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ സഭയുടെ പാരമ്പര്യമനുസരിച്ച് നമ്മുടെ അമ്മമാരും പിതാക്കന്മാരുമൊക്കെ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിച്ചിരുന്ന ഒരു വലിയ സത്യമുണ്ട്. ഒരു കുടുംബത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് അവിടെ വളർന്നു വരുന്ന മക്കളുടെ ആത്മാവിലാണ് തെളിയുന്നത് എന്ന സത്യം. ഇന്നു നാം സഭയിൽ, നമ്മുടെ സഭകളിൽ വളരെ വേദനയോടെ കാണുന്നത് വിശ്വാസമുള്ള മാതാപിതാക്കൾ ഉണ്ടായിട്ടും വിശ്വാസം നഷ്ടപ്പെടുന്ന മക്കളുടെ പുതുതലമുറയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ദൈവം പ്രവാചകന്റെ മുഖാന്തരം ഒരു ആശ്വാസ വാഗ്ദത്തം നൽകുന്നത്. അതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന തിരുവചനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം 3-ാം വാക്യം. നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെ, നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. വരണ്ടുപോയ ഒരു പുതുതലമുറ. യെശയ്യാ പ്രവാചകൻ പറയുന്നത് വെള്ളമില്ലാത്ത ഒരു നിലത്തെ കുറിച്ചാണ്. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളിൽ പലരും പഠനങ്ങളിൽ അവർ വളരെ മുന്നിലാണ്. സാങ്കേതിക വിദ്യകളിൽ അവർക്ക് നമ്മേക്കാൾ പ്രാവീണ്യവുമുണ്ട്. എന്നാൽ ആത്മാവിൽ വരണ്ടിരിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: ഒരു മനുഷ്യൻ സകലത്തെയും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ആമേൻ. ഹല്ലേലൂയ. അവന്റെ ആത്മാവിനെ അവൻ നഷ്ടപ്പെടുത്തുന്നു. നമ്മുടെ സഭാ പാരമ്പര്യമനുസരിച്ച് നോമ്പുകൾ, പ്രാർത്ഥനകൾ, ധ്യാനങ്ങൾ, വിശുദ്ധ കുർബാനകൾ ഇവയെല്ലാം ഉണ്ടായിട്ടും അവയുടെ അർത്ഥം ഹൃദയത്തിലെത്തുന്നില്ല എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ദുഃഖം. അതിന് കുടുംബമാണ് ആദ്യ ദൈവാലയം. സഭ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു, വീടു തന്നെയാണ് ആദ്യ ദേവാലയം എന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമുക്ക് അത് വ്യക്തമായി കാണാം. നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പ്രത്യോപദേശത്തിലും പോറ്റി വളർത്തുവീനെന്നാണ്. പക്ഷേ ഇന്ന് കുടുംബ പ്രാർത്ഥന അത് പലപ്പോഴും മുടങ്ങിപ്പോകുന്നു. വിശുദ്ധ ബൈബിൾ വായന അത് അപൂർവമായി മാത്രം മാറുന്നു. വിശ്വാസം ഒരു പരമ്പര മാത്രമായി മാറുന്നു. അപ്പോൾ മക്കൾ ദൈവത്തെ ജീവിച്ച അനുഭവമായി എവിടെ നിന്നറിയും? ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ അവർ എവിടെ നിന്ന് അറിയും? ആത്മാവിന്റെ വാഗ്ദത്തം, അതാണ് സഭയുടെ പ്രത്യാശ. ദൈവം പറയുന്നത്, നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെ പകരും. അത് സഭയുടെ ഒരു പ്രത്യാശയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ എന്നാണ്. ആമേൻ. സഭ വിശ്വസിക്കുന്നു,
നോമ്പുകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, ധ്യാനങ്ങളിലൂടെ, വിശുദ്ധ കുർബാന അനുഭവങ്ങളിലൂടെ ഈ തലമുറയെ തിരികെ കൊണ്ടുവരാം എന്നുള്ള ആ സത്യം. മക്കളുടെ ഹൃദയമാറ്റത്തിന് ഇത് കാരണമാകും എന്ന സത്യം. അതിനാലാണ് ക്രൈസ്തവ പാരമ്പര്യ സഭകൾ മക്കൾക്കായി, പുതുതലമുറയ്ക്കായി നിരന്തരമായി പ്രാർത്ഥിക്കുന്നത്. ആമേൻ. മാതാപിതാക്കളുടെ അനുതാപം. സഭയുടെ പാരമ്പര്യം പറയുന്നു, മക്കളുടെ രക്ഷ മാതാപിതാക്കളുടെ മുട്ടുകുത്തിയുള്ള, കണ്ണുനീരൊഴുക്കിയുള്ള പ്രാർത്ഥനയിൽ നിന്നാണ് തുടങ്ങുന്നത്. അതാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ വഴിതെറ്റിപ്പോയ മകൻ, അപ്പൻ അവന് വേണ്ടി കാത്തിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വിശ്വാസത്തോടെ കാത്തിരിക്കുന്നു. അവൻ തിരികെ എത്തുന്നു. അവൻ തിരികെ വരുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നു. ആ ഒരു അനുഭവം നമുക്കവിടെ കാണുവാൻ സാധിക്കും. ഇന്ന് ദൈവം നമ്മോട് ചോദിക്കുന്നു, മക്കളുടെ തെറ്റുകൾക്കായി മാത്രമല്ല, നമ്മുടെ ആത്മീയ അലസതയ്ക്കായി നാം അനുതപിച്ചിട്ടുണ്ടോ? സഭയുടെ ഉറച്ച പ്രത്യാശ. പ്രിയ ദൈവമക്കളെ, ഈ വാഗ്ദത്തം സഭയുടെ ബലിപീഠത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. നിങ്ങളുടെ മക്കൾ വിശ്വാസത്തിൽ തണുത്തവരായിരിക്കാം, സഭയിൽ നിന്ന്, കൂട്ടായ്മയിൽ നിന്ന് അകന്നവരായിരിക്കാം, ഒരുപക്ഷെ ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരുമായിരിക്കും. എന്നാലും ദൈവം പറയുന്നു, നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെ പകരും. ആമേൻ. സഭ ഒരിക്കലും മക്കളെ ഉപേക്ഷിക്കുന്നില്ല. നമുക്ക് നമ്മുടെ മക്കൾക്കായി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗസ്ഥ പിതാവേ, നീ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്ന ഈ മക്കളെ, അവരെ ഓർത്ത് ഞങ്ങൾ ഇന്ന് നിന്റെ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ ആശ്രയവും ഞങ്ങളുടെ കരുണാമയനുമായ ദൈവം തമ്പുരാൻ, അടിയങ്ങളുടെ അശ്രദ്ധയും വിശ്വാസത്തിൻ്റെ തണുത്ത മനോഭാവവും ഞങ്ങളുടെ മക്കളുടെ ആത്മാവിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവേ, ഞങ്ങളോട് അവിടുന്ന് ക്ഷമിക്കണം. നീ വാഗ്ദത്തം ചെയ്തതുപോലെ ഞങ്ങളുടെ സന്തതിമേൽ നിന്റെ പരിശുദ്ധ ആത്മശക്തിയെ പകർന്നു നൽകണമേ. വരണ്ട ഹൃദയങ്ങളിൽ വിശ്വാസത്തിൻ്റെ ജീവജലമൊഴുക്കണമേ. സഭയെ സ്നേഹിക്കുന്ന വിശുദ്ധിയുള്ള മക്കളായി അവരെ വളർത്തുവാൻ മാതാപിതാക്കളാകുന്ന അടിയങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകണം. പരിശുദ്ധ കന്യകമറിയത്തിൻ്റെയും പരിശുദ്ധ പിതാക്കന്മാരുടെയും സകല ശുദ്ധിമാന്മാരുടെയും സകല ശുദ്ധിമതികളുടെയും മധ്യസ്ഥ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ മക്കളെ അവിടുന്ന് കാത്തുകൊള്ളണം. സകല മഹത്വവും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. സ്തോത്രം. ഹല്ലേലൂയ.